ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഫ്രണ്ട് വ്ലോഗ്സ്. എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ അന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ്. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താത്താന്റെ ഉണ്ണിന്റെ 40 കേട്ടോ. അപ്പൊ ഞാൻ പ്രിപ്പറേഷൻ വ്ലോഗൊക്കെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഡൗൺലോഡ് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇനി അതൊക്കെ ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കണം, വോയിസ് ഓവർ കൊടുക്കാനുണ്ട്. അങ്ങനെ കുറെ ഇതായിട്ട് എനിക്ക് ഇന്നലെ കുറച്ച് തിരക്കായതുകൊണ്ട് അറിയാലോ, 40 ആയാല് 40 നല്ല വീട്ടിലൊരു ഫംഗ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെയാണ് ഒരുപാട് തിരക്കുണ്ടാവുക. അപ്പൊ അതിന്റെയൊക്കെ ഇടയിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് ആ വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതാ ഈ പരിപാടി കഴിഞ്ഞിട്ട് രാത്രി മൈലാഞ്ചി ഉണ്ട്, എന്നിട്ട് ഞായറാഴ്ച കല്യാണം ഉണ്ട്, അത് കഴിഞ്ഞിട്ട് റിസപ്ഷൻ ഉണ്ട്. അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട് കേട്ടോ. ഇനി ഈ 3 ദിവസം നല്ല പരിപാടികളൊക്കെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് എല്ലാം വീഡിയോ എടുക്കണം. പക്ഷെ ഞാൻ പറ്റുന്നത്ര വീഡിയോ എടുത്തിട്ട് ഞാൻ എന്തായാലും എഡിറ്റ് ചെയ്തിട്ട് ഇടുന്നതായിരിക്കും. ഞാൻ തന്നെ എഡിറ്റ് ചെയ്യണം. ഇപ്പൊ താത്താക്ക് പോലും ചില സമയത്ത് താത്തായിരിക്കും എഡിറ്റ് ചെയ്ത് തരാം. ഇപ്പൊ താത്താക്ക് പോലും പറ്റില്ല, ഉണ്ണിയൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പൊ പിന്നെ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുമ്പോൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫോളോ ചെയ്ത് നേരെ വീഡിയോ. അപ്പൊ ഇതാ അവിടെ കിച്ചണില് അമ്മായിമാരും അതുപോലെ തന്നെ ചിന്നമ്മ അവരെല്ലാരും കൂടെ, ഉമ്മയൊക്കെ എല്ലാരും കൂടെ നിന്നിട്ട് അവിടെ കിച്ചണില് നമ്മുടെ വീട്ടിലാണ് കേട്ടോ ഭക്ഷണം വെക്കുന്നത് ഉച്ചക്കുള്ളത്. അപ്പൊ അവരിപ്പോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ കാണിച്ചു കേട്ടോ. അങ്ങനെ ഇതാ അവിടെ എല്ലാവരും ഫുഡിൻ്റെ പ്രിപ്പറേഷനിലാണ്. നമ്മളൊരു താത്താനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മൾക്ക് ഉച്ചക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു താത്താനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും അതിൻ്റെ തിരക്കിലാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉമ്മ എനിക്ക് ചായയും കുഴലപ്പവും കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇന്നലെ ഡെക്കറേറ്റ് ചെയ്തത് എല്ലാം അവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് കിച്ചൺ നോക്കിയിട്ട് വരാം. അപ്പോൾ ഈ താത്തയാണ് നമുക്ക് ബിരിയാണി വെച്ച് തന്നത്. അപ്പോൾ അവരിതാ ബിരിയാണിയൊക്കെ വെക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 7 മണി 8 മണിയൊക്കെ ആകുമ്പോഴാണ് തോന്നുന്നുണ്ട് ബിരിയാണി വെക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അതാ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കേട്ടോ. ഇഡ്ഡലിയും പിന്നെ സാമ്പാറും ചട്നിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതാ നമ്മൾ ചൂരൽ തൊട്ടിയിൽ ബലൂണൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അവൾക്ക് കിടക്കാനുള്ള തലാണിയും പുതപ്പൊക്കെ ഇങ്ങനെ വിരിച്ചിട്ട് നമ്മൾ അതിലാണ്ട് ഉണ്ണിനൊക്കെ എടുത്തിട്ട് സ്വർണ്ണമൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ ഞാനൊക്കെ പോയി റെഡിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചാവക്കാട്ടുകാരൊക്കെ ഇന്നലെ വന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നലത്തെ പ്രിപ്പറേഷൻ വ്ലോഗിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സേറമോളുടെ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് കേട്ടോ ഇവർ കൈ കൊട്ടുന്നത്. അപ്പോൾ ഞാൻ അവർക്കൊക്കെ വെള്ളമൊക്കെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ അവർക്ക് എടുത്ത് കൊടുത്തു കേട്ടോ. ഞാൻ സേറമോളുടെ പാട്ട് പറ്റിയാൽ ഞാൻ ഷോർട്സ് ആക്കിയിട്ട് ഇടാൻ നോക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ അത് അങ്ങനെ അവിടെ ബിരിയാണിയൊക്കെ അവിടെ സെറ്റായിട്ടുണ്ട്. പിന്നെ അവർ ദമ്മിടാൻ വേണ്ടി പോവാണ് കേട്ടോ. പിന്നെ ഇതവിടെ കാച്ചാറും അതുപോലെ തന്നെ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കാച്ചാറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരിപ്പ് കറിഞ്ഞാണ് ഈ പാലക്കാട് സൈഡ് കാച്ചാറെന്ന് പറയാം. ചിലവർക്ക് അറിയും, ചിലവർക്ക് എന്താ കാച്ചാറെന്ന് പറഞ്ഞാൽ അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഇതാ അവിടെ നമ്മളുടെ നെയ്ബേഴ്സൊക്കെ ഇതാ അവിടെ വന്നിട്ടുണ്ട്, ചേച്ചിമാരൊക്കെ ഇതാ എല്ലാവരും. സമയം എന്ന് വെച്ചാൽ ഒരു 10 മണി 10:30 ആയിട്ടുണ്ടാവും തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് അവിടെ എല്ലാവരും വന്നെത്തിയിട്ടുണ്ട് കേട്ടോ. അളിയൻ്റെ വീട്ടിൽ നിന്ന് അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ 12:30 ആവുന്ന സമയത്താണ് കേട്ടോ വന്നത്. അവർ കുറച്ച് ആൾക്കാരിനൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുക്കാനുള്ളത് കൊണ്ട് ഒരു സമയമായിട്ടോ വരുന്ന സമയത്ത്. അപ്പോൾ അവരൊക്കെ വന്നിട്ടാണ് കേട്ടോ. പിന്നെ ഉണ്ണിക്ക് മുട്ടയടിക്കലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, മുടി കളയിലൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ഉണ്ണിനെ കുളിപ്പിച്ചത്. വന്നപാട് തന്നെ അവർ ഉണ്ണിൻ്റെ മുടി കളയാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. 12:30 ആയല്ലോ ടൈം ഒത്തിരി ആയതുകൊണ്ട് അവർ വന്നതും മുടി കളയാനായിട്ട് ഇരുന്നത്. മുട്ടയടിക്കലും കുളിപ്പിക്കലും ഒക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ സ്വർണ്ണമൊക്കെ ഇട്ടത്. അളിയൻ്റെ അവിടെ നിന്നും പിന്നെ അതുപോലെ തന്നെ ചാവക്കട്ടുന്നവരൊക്കെ കൊണ്ടുവന്നിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തത്.
ഗൈസ് ഇതായിരുന്നു ഇന്നത്തെ ഒരു വ്ളോഗ്. അപ്പോൾ അളിയൻ്റെ വീട്ടിൽ നിന്ന് വന്നവരൊക്കെ എല്ലാവരും ഇത് ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫോളോ ചെയ്യുക. സൈനിങ് ഔട്ട് ഓഫ് റീന. ബൈ.